Hello, Namaskaram. Welcome back to WinTrader. എൻ്റെ പേര് Ganga Dev. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലൈവായിട്ട് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിങ്ങിൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെ മാറ്റാവുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കാൻ പോണ ലൈവായിട്ടാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ഇടാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ദേ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അപ്പം ഇത് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് യുവർ ട്രേഡിംഗ് സ്റ്റൈൽ. അപ്പം ഞാൻ ഇന്നത്തെ അത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോണ ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ഇതൊരു ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ ഈ മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെടുത്താലും ഇപ്പോൾ ഇറ്റ് ഈസ് നമ്മളിപ്പോൾ ഇത് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമ്മൾ മാർക്കറ്റ് റേറ്റ് ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മുമ്പ് വീഡിയോസ് പറയുന്നുണ്ട്, നമ്മളെപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഇന്ന് രാവിലെ ബൈ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഗ്യാപ്പ് ഒറ്റയടിക്ക് കയറി വന്ന ബൈ ആയിരുന്നു, സിഗ്നലായിരുന്നു. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അത് കൺഫേമോ അല്ലായിരുന്നു രാവിലത്തെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഇത് റെഡ് ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. അപ്പോൾ ഈ ആരോ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. ഇൻഡിക്കേഷൻ തരുന്നത് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഈ അലേർട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ കൂടി പറ്റുക. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കൂടി പറ്റും. ഈ അലേർട്ട് മെസ്സേജിൽ എഴുതിയും കാണിക്കും. ഈ അലേർട്ടിൻ്റെ കൂടെ തന്നെ മേഖലയിൽ നോക്കിയാൽ നിങ്ങൾക്ക് സെല്ല് വന്നിരിക്കുന്ന റേറ്റ് മേഖലയിലെ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ വരും. സെല്ല് വന്നിരിക്കുന്ന 43,271.50. ടൈം ഈസ് 10:40 ഇന്നത്തെ ഡേറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അലേർട്ടിലും വരും, മേഖലയിലെ ഡിസ്പ്ലേ വരും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയേഴ്സിന് ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെഡ് ആരോ വന്നതിൻ്റെ അർത്ഥം അവിടെ ഒരു ഡൗൺ ട്രെൻഡ് വന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയേഴ്സിൽ ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രെൻഡ് നോക്കാനും സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നിട്ട് അത് കൺഫേം അല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോസിലൊക്കെ ഇന്ദമണിയാണ് പറയുന്നത്, കാരണം നമ്മളിവിടെ ട്രേഡ് എടുക്കുന്ന മുഴുവൻ ഇന്ദമണിയിലാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ അറ്റ് ദ മണി ചെയ്യുന്ന ആൾക്കാരാണ്, ഔട്ട് ഓഫ് ദ മണി ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിക്കുക, നിങ്ങൾക്ക് ഏതിൽ സ്ട്രൈക്ക് പ്രൈസിൽ ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഇന്ദമണി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ദമണിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ സെല്ല് വരുമ്പം 43,271 എന്ന പ്രൈസിൽ നിന്നപ്പോഴാണ് നമുക്ക് അവിടെ ഒരു സെല്ല് വന്നത്. അപ്പോൾ അത് വെദർ കൺഫേം ആണെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ആ ടൈമിൽ വന്ന സമയത്ത് നമുക്ക് അതനുസരിച്ചുള്ള സ്ട്രൈക്ക് പ്രൈസ് 1-2 സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ചെയ്യാൻ 43,271 43,400 പുട്ട് ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൺഫേമേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സെല്ല് കൺഫേം ആകുന്ന വെച്ചാൽ ഈ ആരോ വന്നതിന് ശേഷം താഴത്തെ ഈ ഒരു ബാർ കണ്ട ആ ബാർ റെഡ് ആയിരിക്കണം, ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഈ ആരോടെ ആരോടെ താഴെ പ്രൈസ് എന്നൊരു സോണില്ല, പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് എഴുതി കാണിക്കുക. അതായത് 2 കൺഫേമേഷനേ ഉള്ളൂ. നമുക്ക് ആരോ വരണം, സിഗ്നൽ വന്ന ശേഷം സെല്ലാണെന്നുണ്ടെങ്കിൽ താഴെ പ്രൈസ് സെൽ സോൺ എന്ന് എഴുതിയും കാണിക്കണം, ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. 2 കൺഫേമേഷൻ, സിമ്പിൾ കൺഫേമേഷൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സിഗ്നൽ വരണം, സിഗ്നൽ വന്ന ശേഷം പ്രൈസ് സോൺ സെൽ സോൺ എന്ന് എഴുതി കാണിക്കണം, ബാറും റെഡ് ആയിരിക്കണം. ആരോ വന്നത് സിഗ്നലാണ്, റെഡ് ഡൗൺ ആണ് നമ്മുടെ സെൽ സിഗ്നൽ. അത് വന്ന ശേഷം ഈ കൺഫേമേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യാവൂ. ആരോ വന്ന ശേഷം പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് എഴുതിയും കാണിക്കണം, ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ പോയി അവിടെ നേരെ അവിടെ ബൈസിക്കിൾ ഉണ്ടാവും. അപ്പം നേരെ അവിടെ പ്രീമിയത്തിൻ്റെ ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. നോർമലി നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഇതിനേക്കാളും ബെറ്റർ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ടുള്ള വേ, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഇത് എന്തെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഗൈഡൻസ് തരുന്നത് പ്രീമിയത്തിൻ്റെ ചാർട്ട്. ആ പ്രീമിയത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണം, നമുക്ക് അവിടെ ഡയറക്റ്റായിട്ട് എൻട്രി പോയിന്റ്, അതിൻ്റെ എത്ര സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ടാർഗറ്റ് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പം ഞാനിപ്പം ഇവിടെ സെല്ല് വന്നപ്പോൾ 43,271 എന്നൊരു മാർക്കറ്റ് റേറ്റിൽ നിന്നപ്പോഴാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ സെല്ല് വന്നത്. അപ്പം ഞാൻ നേരെ ആ ടൈമിൽ 43,400 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയേ, അവിടെ നമുക്ക് ബൈ വന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാണ് പ്രീമിയം റേറ്റ്? 342.95 നമുക്ക് ബൈ വന്നത്. 342
92.95 ബൈ വന്നിട്ട് 10:30 വന്ന് ഇത് നോക്കിയാൽ 3 ടാർഗറ്റ് അടിച്ച്. അപ്പം നമുക്ക് ഇവിടെ ഒരു ബൈ വരണം, അവിടെയും കൺഫർമേഷൻ ഉണ്ടാകണം കേട്ടോ. അവിടെയും ബൈ വന്നാൽ മാത്രം പോരാ, ബൈ കൺഫർമേഷൻ ഉണ്ടാകണം. ബൈ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആരോയുടെ താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം, ആരോൻ്റെ താഴെ പ്രൈസ് ഇൻ ബൈ സോൺ എന്നും കാണിക്കണം. അതായത് 2 കൺഫർമേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആരോ വരണം, ബൈ വന്ന ശേഷം ബൈ ആരോ വന്ന ശേഷം ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നൽ വന്ന ശേഷം താഴെ പ്രൈസ് ഇൻ ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. ആരോടെ താഴത്തെ ബാറ് ഗ്രീൻ ആയിരിക്കണം. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, നിങ്ങൾ ട്രേഡ് ചെയ്യണം, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഇതിനകത്തൂടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ട്രേഡ്, നിങ്ങളിപ്പോൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രേഡ് നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് നേരെ ആ പ്രീമിയം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ പ്രീമിയം നമുക്ക് 342.95 പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മേ ബി ഈ ഒരു ലെവലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ ആയിരിക്കും. ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. നേരെ ആ പ്രൈസിൽ നമുക്ക് എൻ്റർ ചെയ്യാം. 342.95 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നോക്കിയാൽ 377.75 ആയിരുന്നു. അത് കഴിഞ്ഞ് 404.70 ആയിരുന്നു. അത് 432.15. ഈ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 3 ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഈ ഒരു നമുക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 2009 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാൻ തുടങ്ങി 2009. നമ്മൾ ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. നമ്മൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരാൻ താല്പര്യമുള്ള ആൾക്കാർ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാം. ഈസിയാണ്. സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ബൈ ബസ് ആണെന്നുണ്ടെങ്കിൽ നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരാൻ, ഡയറക്റ്റായിട്ട് കാണാം, കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പറ്റാത്തവർക്ക് നോ പ്രോബ്ലം. ഓൺലൈൻ നമ്മൾ ഇതെല്ലാം കാണിച്ചു തരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഒരു 10 മിനിറ്റുള്ളിൽ ഇത് ഇൻസ്റ്റാളേഷൻ എല്ലാം നമ്മൾ ചെയ്തും തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചെന്ന സ്റ്റാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. നേരെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കുക. അവിടെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് 1-2 സ്ട്രൈക്ക് പ്രൈസ് നേരെ ഓപ്പൺ ചെയ്തിടുക. അവിടെ ആ പ്രീമിയത്തിൻ്റെ ചാർട്ടിലും സിഗ്നൽ വരണം. അവിടെയും കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ട്രേഡ് എടുക്കാം. ഒരു 80 to 90% ആക്യുറസി കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഈ ഈ ഒരു സ്ട്രാറ്റജിയിൽ, ഓപ്ഷൻ്റെ സ്ട്രാറ്റജിയിൽ നമ്മൾ തരുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. വരാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റായിട്ട് വരികയും ചെയ്യാം. അപ്പം എൻ്റെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് കോൺടാക്റ്റും ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് നന്ദി.